നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാർക്കെതിരെ അനധികൃതമായി മാലിന്യം തള്ളാൻ എത്തിയവർ നടത്തിയ ആക്രമണത്തിൽ ഒരു ജീവനക്കാരന്റെ കൈ പൊട്ടുന്ന സാഹചര്യമുണ്ടായി. ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൈയിലൂടെ ബൈക്ക് കയറ്റി ഇറക്കി എന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു അറസ്റ്റ് സംഭവത്തിലുണ്ടായി. അതായത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷമീർ എന്ന CPM പ്രവർത്തകനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. നഗരത്തെ മനഃപൂർവ്വം മലിനമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്ന് മേയർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമായി മാലിന്യം തള്ളുന്നതിന് പിന്നിൽ CPM നേതൃത്വമാണെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ പുറത്തുവിടുകയുണ്ടായി. സംഭവത്തിൽ പിടിയിലായ ഷമീർ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും ജലാശയങ്ങളുമായി തള്ളിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. പോലീസ് അന്വേഷണം ശക്തമായതോടെ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നെങ്കിലും പിന്നീട് പോലീസ് ഇയാളെ പിടികൂടി. മാലിന്യം തള്ളുന്ന സംഭവം കണ്ടെത്തി തടയാൻ ശ്രമിച്ച കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു വാഹനമിടിപ്പിച്ചത്. ഉദ്യോഗസ്ഥരെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആക്രമണം. അതുകൊണ്ട് തന്നെ സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മേയർ വ്യക്തമാക്കി. കോർപ്പറേഷന്റെ നിലവിലെ മാലിന്യ സംസ്കരണ സംവിധാനം CPM ഭരണകാലത്ത് നടപ്പാക്കിയ പദ്ധതിയാണെന്നും അതിൽ നിരവധി പോരായ്മകളുണ്ടെന്നും മേയർ ആരോപിച്ചു. അതിനാൽ മാലിന്യ സംസ്കരണത്തിന് സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കും. തിരഞ്ഞെടുപ്പിന് ശേഷം 6 മാസം പിന്നിട്ടിട്ടും നഗരസഭാ ഭരണത്തിനെതിരെ കാര്യമായ ആരോപണങ്ങൾ ഉയർത്താൻ കഴിയാതിരുന്നതിനാലാണ് CPM നേരിട്ട് മാലിന്യം തള്ളുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നും മേയറുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിൽ നഗരത്തെ തകർക്കാനുള്ള രാഷ്ട്രീയമാണ് CPM സ്വീകരിക്കുന്നത്. ഇത്തരം നടപടികൾ ജനങ്ങൾ തിരിച്ചറിയണം. മുൻ മന്ത്രിക്കടക്കം ഇതിൽ പങ്കുണ്ടെന്നും സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. ആമയിഴഞ്ചാൻ തോട്ടിലാണ് അനധികൃതമായി മാലിന്യം തള്ളുന്നതിനിടെ അത് തടയാൻ എത്തിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. 2 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു ജീവനക്കാരനാണ് പരിക്കേറ്റത്. മറ്റേ ജീവനക്കാരനെയും ആക്രമിക്കുകയുണ്ടായി. നേരത്തെയും ഇതുപോലെ ആക്രമണങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട് എന്ന് അതിലൊരു കോർപ്പറേഷൻ ജീവനക്കാരൻ ഈ സംഭവ സമയം ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ആമഴഞ്ചന്തോട്ടില് മാലിന്യം കൊണ്ട് തള്ളണത് കണ്ട് അങ്ങനെ അവിടെ ഏത് വണ്ടിയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പം വണ്ടി ഇവര് ഇങ്ങോട്ട് ചീത്തയും വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. അങ്ങനെ ആ വണ്ടി ചേസ് ചെയ്ത് വന്ന് അവര് 2ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അവിടെ വന്ന് മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മൾ വണ്ടി കൊണ്ട് ചെന്ന് സംസാരിക്കാനുള്ള രീതിയിൽ വണ്ടി പിടിച്ചു നിർത്താനെന്നുള്ള രീതിയിൽ ചെന്ന്. അതിനു മുമ്പേ വണ്ടി എറാന്ന് കൂടെ ഇരുന്ന ആള് പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ വണ്ടി സ്റ്റാർട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നമ്മളെ ഇടിച്ച് എറിയാൻ വേണ്ടി നേരെ വരെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുകയും ആ പുള്ളിക്കാരനെ ഇടിച്ചെറിയുകയും ചെയ്തു. ഇടിച്ചെറിഞ്ഞ് പുള്ളി ബൈക്കിന്റെ അടിയിലാവേ ബൈക്കിന്റെ ടയറിന്റെ മേളിൽ കൂടെ ആട്ടോ ഓടിച്ച് കയറി ഇത് ഫുട്പാത്ത് വഴി ഈ വണ്ടിയുടെ പുറത്തും കൂടെ ആയിട്ട് കയറി അങ്ങ് പോയി. ഓട്ടോയിലാണ് വന്നത്. അവർ 2 പേര്, അല്ലാതെ 2 പേര് വന്നു. അതാരാണെന്ന് നമുക്ക് അറിഞ്ഞു. ഇത് ഈ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാരറിയാം. അത് അറിഞ്ഞില്ല. എവിടെയാണ് നമ്മൾ ഇതിനകത്തായിരുന്നു കാര്യങ്ങൾ. കൈ പൊട്ടലുണ്ട്. അതിനിപ്പോ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് കൂടെ പറഞ്ഞിരിക്കും. എന്നെ ഇതിനു മുമ്പേ അടിച്ചിട്ടുണ്ട്. ഈ ആൾക്കാർ എന്നെ എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതേപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്ന് ഇതേപോലെ ഇതേ കടയിൽ തന്നെ എടുത്തോണ്ട് നിൽക്കുക. നമ്മള് ഇതേപോലെ ചെന്നതും ഇതേപോലെ അന്ന് എന്നെ അടിച്ച് അന്ന് ഞാൻ ആട്ട പിടിച്ച് നിർത്തി. ആട്ട എടുത്തോണ്ട് പോകാൻ വേണ്ടി ഒരു വെപ്രാളം കൂട്ടിയിട്ട് ഒരാൾ കറങ്ങി വന്ന് എന്റെ മണ്ടയിൽ അടിച്ച്. അത് FIR ഇട്ട് അത് കേസ് കിടപ്പുണ്ട്. അത് പ്രശാന്ത് കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നെ അടിച്ചത്. ഇപ്പൊ ഉണ്ടായിരുന്നത് സുരേഷ് എന്ന് പറയുന്ന ആളായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, വണ്ടി ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചത്. കൂടെ ഷമീർ എന്ന് പറയുന്ന അത് കേസ് അത് പിടിച്ച് അവരെ പെറ്റി എന്തോ അടപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു. ഇല്ല, അതിനുശേഷം അവർക്ക് ഒരു വൈരാഗ്യം ഉണ്ട് നമ്മളടുത്ത്. അതാണ് ഇന്ന് ഇങ്ങനെ ആയത്. അത് തന്നെ അവരെ സ്ഥിരം കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഓടയിലും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അത് ഓവറായപ്പോഴാണ് നമ്മളെ നൈറ്റ് ഡേ അല്ല, ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. രാമേഞ്ചന്തോട് നമ്മളെ ഗണപതി അമ്പലം ഇല്ലേ, പഴവങ്ങാടി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശവും അല്ലാതെ ഇപ്പുറത്ത് ഐശ്വര്യ ഹോട്ടലിന്റെ വശവും ഇവരടിക്കും. അതില്
ഇവര് എതിർവശം അടിച്ചാല് ഇത് ഒഴിവി വന്ന് നമ്മളവിടെയാണ് ഇതിന് തട വെച്ചിരിക്കുന്നത്, അവിടെ വന്ന് തങ്ങി നിൽക്കും. അപ്പം ഇത് മാറ്റേണ്ട ചുമതല നമുക്കാണ്. അപ്പൊ സാറന്മാരായാലും രാവിലെ നമ്മളടുത്ത് ചോദിക്കുള്ളൂ, നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് ഇല്ലായിരുന്നോ, നിങ്ങൾ ഉറങ്ങിയ, ഇത് എന്തുകൊണ്ട് വന്ന് എന്നുള്ള. അതുകൊണ്ട് നമ്മൾ അതിർത്തി അല്ലെങ്കിൽ പോലും അപ്പുറത്തെ ഏരിയയും കവർ ചെയ്താണ് നിൽക്കുന്നത്. ഈ പഴവങ്ങാടി അമ്പലത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 2 സ്ഥലവും കാണാം. അങ്ങനെയാണ് ഇവര് ചാക്ക് വലിച്ചെറിയണ കണ്ടാണ് ഇന്നലെ നമ്മള് വണ്ടി നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് അവർ വണ്ടി എടുത്ത് പോയി. അങ്ങനെ ആ വണ്ടി കറങ്ങി നോക്കുന്നതിന്റെ ഇടയിലാണ് 2ാമത്തെ സ്റ്റെപ്പ് ഇവര് കളക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ നിന്ന് നമ്മള് അല്ല വണ്ടി നിറയെ ആട്ട നിറയെ ചാക്കായിരിക്കും, മാലിന്യമായിരിക്കും. ആദ്യത്തെ അല്ല, ഒരു 10-20ഓളം ചാക്ക് അവര് വെള്ളത്തിൽ എറിഞ്ഞ് ആ സൗണ്ട് കേട്ടാണ് ഞാൻ നടന്നു വന്ന് എന്റെ കാക്കി കണ്ടുകൊണ്ടാണ് അവര് ചീത്തയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തോണ്ട് പോയി. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ആ ചേട്ടന്റെ ബൈക്കിൽ നമ്മൾ കറങ്ങി വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്നവര്. ഇവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പോയതും ഇടിയിടാമെന്ന് പറഞ്ഞു, ബാക്കിൽ ഇരുന്ന ആള് ഇടിയിടാമെന്ന് പറഞ്ഞു വണ്ടി. ഇത് കറക്റ്റ് 4:30. ഇവര് അർദ്ധരാത്രിയാണ് ഇറങ്ങണത്. ഇവിടെ ഉണ്ട്, നമ്മളെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തുണ്ട്. നിലവില് ആ പുള്ളിക്കാരനാണ് അപകടം പറ്റി. ഞാൻ വണ്ടിന്ന് ചാടി, ആ പുള്ളിയുടെ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ്. പുള്ളിയുടെ ഭാര്യ വന്നിട്ടുണ്ട്. പുള്ളി സ്ഥിര ജീവനക്കാരനാണ്, ഞാൻ താൽക്കാലികമാണ്. പുള്ളി സ്ഥിര ആളാണ്, ഞാൻ താൽക്കാലികമാണ്. ഞാൻ കയറിയിട്ട് 9.5 വർഷമായി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവരെന്നെ അടിച്ചപ്പോഴും അവരെന്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ അടിയുള്ളേ ഉള്ളൂ, നീ സ്ഥിരം പോലും അല്ല. അന്ന് തന്നെ എന്നെ പല പ്രാവശ്യം അടിച്ചിട്ടുള്ളപ്പോഴെല്ലാവരും ഇത് തന്നെ പറഞ്ഞത്. ഞാൻ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഈ കേസിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴെല്ലാം അവര് പറയണ ഇതാണ്, നീ ഇങ്ങനെ വന്ന് നിനക്ക് അടികൊള്ളാൻ വല്ല ഇതുകൊണ്ടാ. എന്റെ അടുത്ത് സ്റ്റേഷനിൽ വെച്ച് ഇവര് കേൾക്കുകയാണ്, നിനക്ക് അടിയിട്ട് കഴിഞ്ഞാൽ നിന്റെ ഏതെങ്കിലും സാറന്മാര് വരുമോ, നിനക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാ? പരാതിപ്പെട്ടിരുന്നു. അത് അപ്പോഴ് വലിയ നടപടിയായിട്ടൊന്നും പോയില്ല. അത് ഒരു പെറ്റി കേസിൽ എന്തൊക്കെ വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടുപോയി, പിടിച്ച വണ്ടി, സ്റ്റേഷനിൽ കിടന്ന വണ്ടി പെറ്റി കേസിൽ ഇറക്കി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ട് ഇതായി. ഇല്ല, എന്റെ കാര്യം പറഞ്ഞു. ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതും പരിശോധിക്കാന്ന് പറഞ്ഞു സാറ്. പിന്നെ അതുമല്ലാതെ ഇപ്പൊ ഈ പുള്ളിയുടെ എല്ലാ ചികിത്സാ കാര്യങ്ങളും അതും ഇതുമെല്ലാം നോക്കാന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സാറുമാര് പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇവരെ പേടിയും ഉണ്ട്, നമുക്ക് എന്നാൽ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരവാദി നമ്മളാണ്. ആൾക്കാരെയൊക്കെ അറിയാം, കരിമടത്തുള്ളവരാണ്. കട നടത്തുന്നതല്ല, ഈ കടകളിൽ നിന്നും മാലിന്യം എടുക്കണത്, കളക്ട് ചെയ്യണതാണ്.